ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലോക് എന്ത് തന്നെ ആയാലും ശരി തന്നെ ദേവമംഗലത്ത് നിന്ന് നാണം കെട്ട് ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ അനുമോളെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരും, പിന്നെ മീനാക്ഷിക്കുള്ള പണി കൊടുക്കുകയും ചെയ്യും എന്ന വാശിയിലാണ് കേട്ടോ. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നമ്മുടെ ആനന്ദ് വല്ലാത്തൊരു വിഷമത്തിൽ തന്നെയാണ്. കാരണം കുഞ്ഞിൻ്റെ കാര്യം അത്ര സേഫ് അല്ല എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഗോമതിയും ബാലനും കൂടെ അങ്ങോട്ട് വരുവാട്ടോ. മീനാക്ഷിയെ കാണുമ്പോൾ തന്നെ അവർക്ക് ആശ്വാസമാവാനുണ്ട്. എന്നാലും മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായെന്ന്. അമ്മേ, ആനന്ദേട്ടൻ വലിയ വിഷമത്തിലാണ്, ആനന്ദേട്ടനെ ഒന്ന് സമാധാനിപ്പിക്കണം എന്ന് പറയാം കേട്ടോ. അങ്ങനെ ആനന്ദിൻ്റെ അടുത്തേക്ക് ബാലൻ ചെല്ലാണ്. എന്നിട്ട് മോനെ സമാധാനപ്പെടാൻ പറയണമെങ്കിലും, ഇല്ല അച്ഛാ, എന്നെ ദേവിക്ക് ഒന്നും വരില്ല, നമ്മുടെ കുഞ്ഞിനും ഒന്നും വരില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, ഞാനേ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ച കുഞ്ഞുടുപ്പ് കണ്ടോ, ഇത് കണ്ടോ, ഞാൻ ഗോഡൗണിൽ നിന്ന് പുതിയ സ്റ്റോക്ക് എടുപ്പിച്ചിട്ട് വാങ്ങിച്ച് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഉള്ളിൽ ഉള്ള സങ്കടമൊക്കെ മറച്ച് വെച്ചിട്ട് നമ്മുടെ ആനന്ദ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ ബാലനും മീനാക്ഷിക്കൊക്കെ വലിയ സങ്കടമാണ് കേട്ടോ. എന്നിട്ട് ഗോമതിയോട് ചോദിക്കാണ് കേട്ടോ മീനാക്ഷി. അതെ അമ്മേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലല്ലേ. പിന്നെ സുകന്യ ചേച്ചി ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു, അലോകിന് കുഴപ്പമൊന്നുമില്ല, അവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടുവെന്ന്. അത് വലിയൊരു ഭാഗ്യമായി. അവനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിനും കൂടെ നമ്മൾ സമാധാനം പറയേണ്ടി വന്നേരുന്നല്ലോ എന്നും പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോമതിക്ക് സഹിക്കാനാവണില്ല. കാരണം അവൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ ഇനി അനുമോളുടെ മുറിയിൽ നിന്നാണ് അവനെ പിടിച്ചത്, അച്ഛൻ അറിഞ്ഞു. എല്ലാം കൂടെ ഗോമതി ആകെ തകർന്നു പോയി കേട്ടോ. എന്നിട്ട് മോൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ വന്ന് നമ്മുടെ അലോകിനെ ആശ്വസിപ്പിക്കുകയാണ്. അലോകാണെങ്കിൽ വെപ്രാളം പിടിച്ച് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് അച്ഛനോട് വീണ്ടും പോയി പറയണ്ട, നമ്മുടെ ദേവിക്കൊന്നും പറ്റില്ല അച്ഛാ, പിന്നെ കുഞ്ഞിന് ഒന്നും പറ്റില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ അതുമാത്രമല്ല, ചെറിയൊരു ബ്ലീഡിങ് വന്നതുകൊണ്ട് കുഞ്ഞിന് എന്ത് സംഭവിക്കാനാ, ഒന്നും സംഭവിക്കില്ല മോനെ, നീ ഒന്ന് സമാധാനപ്പെട്, ഒന്നും വരില്ല എന്ന് പറയുകയാണെങ്കിലും ഗോമതിക്ക് ഒന്നും മിണ്ടാനാവുന്നില്ല കേട്ടോ. ഗോമതിയാണെങ്കിൽ പൊട്ടിക്കരയാനുണ്ട്. കാരണം കാര്യങ്ങൾ അറിയാൻ പറ്റാത്തതുകൊണ്ടേ. അപ്പോൾ തന്നെ ഉടനെ നമ്മുടെ കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അന്വേഷിക്കാനുണ്ട്, എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, അതെ ദേവിയുടെ ആൾക്കാരാണല്ലോ, എന്തായാലും ദേവി ഇപ്പം കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ. അപ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര സന്തോഷമാവണം കേട്ടോ. അപ്പോൾ ഉടനെ മീനാക്ഷി പറഞ്ഞു, അമ്മേ ഏട്ടത്തിക്ക് ഒരു കുഴപ്പമില്ലയെന്ന്. അപ്പോൾ എല്ലാവരും അങ്ങ് സന്തോഷിക്കുക. പക്ഷേ ആനന്ദിൻ്റെ മുഖം തെളിയുന്നില്ല കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിവിടെ കൊണ്ടുവന്നപ്പോൾ നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നില്ലേ, ഇപ്പോൾ അതൊക്കെ ആ ബ്ലീഡിങ് നിർത്താൻ ഞങ്ങൾ ഒരുപാട് പാടുപെട്ടു, പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ ഓപ്പറേഷനിൽ കൂടെ അതെല്ലാം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒക്കെ സ്റ്റേബിളായി വരുന്നതേ ഉള്ളൂ എന്നെല്ലാം പറയാം കേട്ടോ. അപ്പോൾ അവരങ്ങ് സന്തോഷിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഗോമതി ചോദിക്കുകയാണ്, ഡോക്ടർ ഞങ്ങൾ അകത്തേക്ക് കയറി വന്നൊന്ന് കണ്ടോട്ടെ, അല്ല അത് കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റുമല്ലോ, പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലേക്ക്, അന്നേരം കണ്ടാൽ പോരെ. ശരി, എന്നാൽ പിന്നെ അപ്പോൾ കാണാമെന്ന് പറഞ്ഞ ഒരു സമാധാനത്തോടെ നിൽക്കേണ്ടോ. ഇതിനിടയ്ക്ക് ഡോക്ടർ തിരിഞ്ഞു പോകുമ്പോൾ തന്നെ ആനന്ദ് പോയി ചോദിക്കുകയാണ്, ഡോക്ടറെ ദേവിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു, പക്ഷേ കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോഴാണ് ഡോക്ടർ ആ സത്യം അങ്ങോട്ട് പറയാട്ടോ. അത് കുഞ്ഞിനെ ഞങ്ങൾക്ക് രക്ഷിക്കാനായില്ല. കാര്യം പേഷ്യൻ്റ് ഇവിടെ വരുമ്പോൾ തന്നെ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് നിർത്താൻ വേണ്ടി ഞങ്ങൾക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല, DNC ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ആ ഒരു അവസ്ഥയും വളരെ മോശമായിരുന്നു. അതുകൊണ്ട് നമ്മൾ DNC ചെയ്തു, കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറയാട്ടോ. അത് കേൾക്കണതും ആനന്ദിൻ്റെ കയ്യിരുന്ന കുഞ്ഞുടുപ്പുകളും കൊണ്ടുവന്ന സാധനങ്ങളും എല്ലാം താഴത്തേക്ക് വീണു പോയിട്ടോ. അത്രയ്ക്ക് മനപ്രയാസപ്പെട്ട് ആനന്ദ് ആകെ തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ട് ബാലനും പിന്നെ ഗോമതി മീനാക്ഷിയും അവരുടെ കാര്യം പറയണ്ടല്ലോ, എല്ലാവരും വലിയ സങ്കടത്തിലായി. ഗോമതി കരഞ്ഞ് അവിടെ തളർന്നിരിക്കാൻ തുടങ്ങിയിട്ടോ. എന്നിട്ട് ഡോക്ടർ തിരിഞ്ഞ് അകത്തേക്ക് പോകുന്ന സമയത്ത് ആനന്ദ് കുറച്ച് സമയം ഒന്ന് നോക്കി നിൽക്കുന്നെങ്കിലും ആനന്ദിന് എന്ത് പറയണമെന്നറിയില്ല. എന്നിട്ട് അച്ഛനോട് പറയാം, ഇല്ല അങ്ങനെ വരാൻ വഴിയില്ല അച്ഛാ, കുഞ്ഞിന് ഒരു കുഴപ്പം വരാതിരിക്കേണ്ടതാണ്, എന്നിട്ടും എന്തേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇവരുടെ അനാസ്ഥ കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ആനന്ദിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. കുഞ്ഞേന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ ആനന്ദ് ആകെ നിലവിളിച്ച് അവിടെ തല കറങ്ങി വീഴുവാണ്. അങ്ങനെ പെട്ടെന്ന് ബാലനും ഗോമതി എല്ലാവരും കൂടെ ഓടി വന്ന് പിടിച്ച് അവിടെ കൊണ്ടിരുത്തി ആനന്ദിനെ ബോധം ഉണർത്തി സമാധാനിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗോമതി ഓടി ചെന്നിട്ട് പറയുന്നുണ്ട്, അതെ ഒന്ന് കണ്ടും വിഷമിക്കണ്ട മോളെ, സമാധാനപ്പെടുന്നൊക്കെ പറഞ്ഞ് ബോധം ആക്കി ആനന്ദിനെ അവിടെ ഒന്ന് ശരിയാക്കി ഇരിക്കണം കേട്ടോ. ഇതിനിടയ്ക്ക് അകത്തുള്ള നമ്മുടെ ദേവിക്ക് ബോധം തെളിയണുണ്ട്.
ബോധം തെളിഞ്ഞു കണ്ണ് തുറന്നു നോക്കുമ്പോൾ ആശുപത്രിയിലാണെന്ന് മനസ്സിലാവണം. അയ്യോ ഞാനിത് എവിടെയാ എന്ന് പറഞ്ഞ് സിസ്റ്ററോട് ചോദിക്കുക. എന്നിട്ട് പെട്ടെന്ന് വയറിലേക്ക് കൈവയ്ക്കുമ്പോൾ ഒരു അനക്കം ഒന്നും തോന്നുന്നില്ല കേട്ടോ, ഒരു ഭാരവും ഒന്നും തോന്നുന്നില്ല. അയ്യോ എന്ത് പറ്റി, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ? ഏയ് ഒന്നും പറ്റില്ല, നിങ്ങൾ അവിടെ അടങ്ങി കിടക്കാനല്ലേ പറഞ്ഞത്, പറ സത്യം പറ, എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയെന്നല്ലേ നിങ്ങളോട് ചോദിച്ചത്? ഒന്നും പറ്റിയില്ലെന്നേ, നിങ്ങൾ അവിടെ കിടക്കാൻ ഇല്ല. എൻ്റെ അപ്പോഴാണ് ഡോക്ടർ ഓടി വരുവാട്ടോ. ഡോക്ടർ പറയുന്നുണ്ട്, അതെ മീനാക്ഷി അമ്മേ എല്ലാവരും ഇങ്ങ് വാ, എന്നെ ഇവരെന്തോ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവർ കരയാണ്. നമ്മുടെ ദേവി ആ സമയത്ത് ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, മോള് സമാധാനപ്പെടും, ഞാൻ പറയുന്നത് കേൾക്ക്. അതെ എനിക്ക് എൻ്റെ വയറ്റിലൊരു ഭാരം തോന്നുന്നില്ല, എൻ്റെ കുഞ്ഞെന്തേ, നിങ്ങൾ എന്താ ചെയ്തത് പറ, അല്ലെങ്കിൽ എൻ്റെ വയറ്റിലേക്ക് കൈവയ്ക്കുമ്പോൾ കുഞ്ഞ് അനങ്ങുമായിരുന്നല്ലോ, ഇപ്പോൾ ഒരു അനക്കോ ഒന്നും തോന്നുന്നില്ലല്ലോ, എന്താ പറ്റി പറ ഡോക്ടർ, എനിക്ക് എന്താ സംഭവിച്ചത് പറ, സമാധാനപ്പെടും, ഞാൻ പറയാം, അടങ്ങും, സമാധാനപ്പെടും, ഒന്നും ഞാൻ പറയുന്ന സമാധാനത്ത് കേൾക്കെന്നും പറഞ്ഞു ഒരുവിധം സമാധാനിപ്പിച്ചിരുത്തിയതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, മോളിവിടെ വരുമ്പോൾ തന്നെ നല്ല സിവിയറായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെ നല്ലപോലെ വയറ്റിൽ ഇടി കിട്ടിയത് കൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ആകെ പ്രശ്നമായിരുന്നു. പിന്നെ DNC അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ബ്ലീഡിങ് നിൽക്കാനായിട്ട്, അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്തത് എന്ന് പറയുമ്പോൾ തന്നെ ദേവിക്ക് ആകെ തകർന്നു പോയിട്ടോ. കുഞ്ഞ് വയറ്റിലേക്ക് കൈവച്ചിട്ട് അപ്പോൾ കുഞ്ഞില്ല എന്നുള്ള കാര്യം സത്യം മനസ്സിലാക്കണം. ദേവി അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട് കേട്ടോ, തലയിലൊക്കെ അടിച്ച് അവിടെയൊക്കെ ഇട്ട് കൈ കൊണ്ടൊക്കെ ഇട്ട് അടിച്ച് ഭ്രാന്തെടുത്ത് വിളിച്ച് ദേവി അവിടെ ബോധം കെട്ട് ഒരു നിലവിളിയോടുകൂടി അവിടെ വീണ് കണ്ടിട്ടോ. ഇതിനിടയ്ക്ക് ആനന്ദ് പുറത്ത് നിന്നിട്ട് ബോധം വന്ന ആനന്ദ് എന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ മേശപ്പുറത്ത് എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, ഫയലുകളോ ബുക്കോ പേപ്പറോ എന്തൊക്കെയോ എല്ലാം വലിച്ച് വാരി ഭ്രാന്തെടുത്തതുപോലെ എടുത്തങ്ങ് ദൂരെ എറിയാനുണ്ട് കേട്ടോ. എന്നിട്ട് അത് കണ്ടുകൊണ്ട് ബാലൻ ഓടിച്ചെന്ന് പറഞ്ഞു, മോനെ ഇങ്ങനെയൊന്നും ചെയ്താൽ നീ സമാധാനത്തോടെ ഇരിക്കുക. അച്ഛാ ഈ ഹോസ്പിറ്റൽ അധികാരികളുടെ ഈ ഡോക്ടർ വെറുതെ ഇവരുടെ പേരിൽ കേസ് കൊടുക്കണം, ഇവർ എൻ്റെ കുഞ്ഞിനെ എന്തോ ചെയ്തു, മനഃപൂർവ്വമാണ് ഇവരില്ലാതാക്കിയത്, എൻ്റെ കുഞ്ഞിന് ഒരാപത്തും പറ്റിയിട്ടില്ല, എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ് പതിയെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഗോമതി പതിയെ വന്ന മോനെ നീ ആ സത്യം മനസ്സിലാക്കണം, അല്ലാതെ ഇങ്ങനെ നിലവിളിച്ചിട്ട് കാര്യമില്ല, നമുക്ക് കുഞ്ഞ് പോയി, അങ്ങനെ നീ സത്യം മനസ്സിലാക്കിയേ പറ്റൂ. ഇല്ല പോയിട്ടില്ല, ഇവർ മനഃപൂർവ്വം ചെയ്തതാ, ഇവരെൻ്റെ കുഞ്ഞിനെ മനഃപൂർവ്വം കൊന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, മോനെ അതല്ല സത്യം, പിന്നെ മോനിത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ, തകർന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനപ്പെടുത്താനോട്ടോ. എന്നാലും ബാലനാണെങ്കിൽ സഹിക്കാനേ ആവുന്നില്ല ആനന്ദിൻ്റെ ഈ ഒരു സങ്കടം. എന്നിട്ട് അവിടെ കിടന്ന് ഈ കുഞ്ഞുടുപ്പോ കൊണ്ടുവന്ന പൊതികളോ എന്തൊക്കെയോ സാധനങ്ങൾ അതെല്ലാം എടുത്ത് നെഞ്ചോട് ചേർത്ത് വെക്കാനോട്ടോ. ആ കുഞ്ഞിന് വേണ്ടി അത്രയ്ക്ക് മോഹിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ, കണ്ടോ വെച്ചാൽ ഇത് കണ്ടോ, ഇതെല്ലാം എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതല്ലേ, ഞാൻ അവന് വേണ്ടി വാങ്ങിയതാ, അപ്പോൾ പിന്നെ അവൻ അങ്ങനെ ഞങ്ങളെ വിട്ട് പോകാൻ പോവില്ല, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, ഞാൻ വിശ്വസിക്കില്ല എന്ന്. അപ്പം ബാലൻ പറഞ്ഞിട്ട് ഇല്ല, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്കിത് വിധിച്ചിട്ടില്ല, അങ്ങനെ വേണം മനസ്സിലാക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമാധാനിപ്പിക്കാനായിട്ട് പാവം ആനന്ദ് സഹിക്കാനാവാണ്ട് അവിടെ ആകെ ഭ്രാന്തെടുത്തതുപോലെ പൊട്ടിക്കരയുന്നുണ്ട്. അകത്ത് നമ്മുടെ ദേവി അതിനെ പോലെ തന്നെ കേട്ടോ. ഇതാണ് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്